പാൻ ഇന്ത്യൻ ലേബലിലെത്തിയ കാട്ടാളൻ എന്ന ചിത്രമാണ് ഇന്നെങ്ങും ചർച്ചയാകുന്നത്. മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് സംവിധാനം ചെയ്ത ചിത്രത്തിന് വലിയ പ്രീ റിലീസ് ഹൈപ്പാണ് ലഭിച്ചത്. എന്നാൽ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയതിനു പിന്നാലെ വേണ്ട പ്രകടനം കാഴ്ചവെക്കാനാവുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം തിയേറ്ററുകളിലെത്തി 15 ദിവസം പിന്നിടുമ്പോഴും മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുകയാണ് മോഹൻലാൽ ചിത്രമായ ദൃശ്യം 3. മാത്രമല്ല, സൂര്യനായകനായി എത്തിയ കറുപ്പും ബോക്സ് ഓഫീസിൽ ഗംഭീര വിജയം നേടി മുന്നേറുകയാണ്. ഇതിനൊക്കെ ഇടയിൽ നടൻ ടിനി ടോമിനെതിരെ ഗുരുതര ആരോപണവുമായി നടി അൻസിബ ഹസൻ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ താരം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. അങ്ങനെ നിരവധിയായ സിനിമാ വാർത്തകളുമായി സിനിമാ തട്ടകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. പാൻ ഇന്ത്യൻ ലേബലിൽ വരുന്ന പല അന്യഭാഷാ ചിത്രങ്ങളും കാണുമ്പോൾ നമ്മളിൽ പലരും ചിന്തിക്കുന്ന കാര്യമാണ്, എന്നായിരിക്കും ഇതുപോലൊന്ന് മലയാളത്തിൽ വരികയെന്ന്. ഏതു ഭാഷക്കാരെയും ത്രസിപ്പിക്കുന്ന പ്രമേയവും താരപ്രകടനങ്ങളും സാങ്കേതിക മികവുമൊക്കെയാണ് ഇതിന് കാരണം. ആ കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് മലയാളത്തിലും ഇത് അത്തരമൊരു ചിത്രം വന്നിരിക്കുകയാണ്. ഉണ്ണിമുകുന്ദൻ നായകനായി തിയേറ്ററുകളിൽ ഗംഭീര കളക്ഷൻ നേടിയ മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലെത്തിയ കാട്ടാളനാണ് ആ ചിത്രം. നവാഗതനായ പോൾ ജോർജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ആന്റണി വർഗീസ് പെപ്പയാണ് നായകനായി എത്തിയത്. പെപ്പെ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ കഥാപാത്രമാണ് കാട്ടാളനിൽ ഉള്ളതെന്ന് എടുത്തു പറയേണ്ടതാണ്. കിഞ്ചലിഡിയുമായി പെപ്പയും കട്ട വില്ലന്മായി കബീർ ദുഹാൻ സിംഗും പുഷ്പയിലെ പാൻ ഇന്ത്യൻ സ്റ്റാർഡത്തിലേക്ക് ഉയർന്ന കന്നഡ നടൻ സുനിലും എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചത് വേറിട്ട അനുഭവം തന്നെയാണ്. സാങ്കേതിക മികവ് കൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന ചിത്രം ആനക്കൊല്ലി എന്ന കാടും അവിടെ നടക്കുന്ന ആനവേട്ടയുമാണ് കഥാപശ്ചാത്തലമാക്കുന്നത്. ആനവേട്ടക്കാർ തമ്മിലുള്ള പകയും സംഘർഷവും നടക്കുന്നതിനിടെ ഇവർക്കിടയിലേക്ക് ആന്റണി എന്ന ചെറുപ്പക്കാരൻ കൂടി എത്തുന്നതോടെ ചിത്രം സംഘർഷഭരിതമാവുകയാണ്. ഫീൽ ഗുഡ് രീതിയിലൊന്നുമല്ല ചിത്രം ആരംഭിക്കുന്നത്. തുടങ്ങുന്നത് തന്നെ വില്ലന്മാരെ കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ വില്ലന്മാരെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയ ശേഷമാണ് കഥ നായകനിലേക്ക് തിരിയുന്നത്. ഏതു തരത്തിലുള്ള ആളുകളെയാണ് നായകന് ഭാവിയിൽ നേരിടേണ്ടി വരുന്നതെന്ന ഒരു ബേസ് ആദ്യം തന്നെ സെറ്റ് ചെയ്യുകയാണ് അണിയറ പ്രവർത്തകർ. ഒരു കാടിനുള്ളിലാണ് സിനിമയുടെ ഭൂരിഭാഗവും നടക്കുന്നത്. ആനവേട്ടക്കാർ അടക്കി വാഴുന്ന ഒരു ലോകമായാണ് ഈ കാടിനെ ചിത്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാടൻ ലോകം കെട്ടിപ്പടുക്കൽ സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. അവിടെ നായകന്മാരും വില്ലന്മാരും അടിമകളും ഉടമകളും ഒക്കെയുണ്ട്. കാട്ടാനയുടെ ആക്രമണത്തിൽ തങ്ങളുടെ ഊരിലെ ഓരോരുത്തരായി മരിച്ചു വീഴുമ്പോൾ സഹായം ചോദിക്കാനായി സുനിൽ അവതരിപ്പിച്ച മാരി എന്ന ആനക്കൊമ്പ് വേട്ടക്കാരനടുത്തേക്ക് സഹായം ചോദിച്ചെത്തുന്നവരിൽ നിന്നുമാണ് ചിത്രം ആരംഭിക്കുന്നത്. ആനകൊല്ലി എന്ന കൊടുംകാട് അടക്കി വാഴുന്ന മാരിയുടെ ചെറുപ്പകാലത്തിൽ നിന്നാണ് സിനിമയുടെ ആരംഭം. ആനകൊല്ലി എന്ന സ്ഥലത്തെത്തി ആനയെ കൊന്ന് അതിന്റെ കൊമ്പെടുക്കുന്ന മാരി വർഷങ്ങൾ കൊണ്ട് തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുണ്ട്. അങ്ങനെ കോടികളുടെ ബിസിനസ് നടക്കുന്ന ആനക്കൊമ്പ് കാർട്ടലിന്റെ തലവനാണ് മാരി. ചുരുക്കി പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം തന്നെ ഈ സിനിമയിൽ കാണാൻ സാധിക്കും. കാട്ടാളനിലെ ആദ്യ ഭാഗത്ത് ആനയെ ഉപയോഗിച്ചുള്ള ആക്ഷൻ രംഗങ്ങൾ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു തരത്തിലും ഈ രംഗങ്ങൾക്ക് പ്രേക്ഷകരിലൊരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ലെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. രാമേശ്വരം വഴി ജാഫ്നയിലേക്ക് ആനക്കൊമ്പ് കടത്തുന്ന ഈ മാരിയുടെ കാർട്ടലിന് കബീർ ദുഹാൻ സിംഗ് അവതരിപ്പിച്ച എഡ്ഡി എന്ന അടുത്ത വില്ലൻ കഥാപാത്രം ചെക്ക് വയ്ക്കുമ്പോൾ അവിടെ രക്ഷകരായി എത്തുന്നത് ആന്റണി വർഗീസ് പെപ്പെ അവതരിപ്പിച്ച ആന്റണി എന്ന കഥാപാത്രമാണ്. സിദ്ദിഖ് അവതരിപ്പിച്ച ജോർജ് എന്ന കഥാപാത്രം വഴിയാണ് ആന്റണിയിലേക്ക് മാരി എത്തുന്നത്. എഡിയാണ് ഈ ബിസിനസ്സിൽ മാരിയുടെ ഒരേ ഒരു എതിരാളി. ഇവർ തമ്മിലുള്ള കുടിപ്പകയും ഇതിൽ ഇരകളാകുന്ന ജനങ്ങളെയും നമുക്ക് കാണാം. എഡിയുമായുള്ള പോരാട്ടത്തിനിടയിൽ ചുവട് തെറ്റുന്ന മാരി സഹായത്തിനായി ജോർജ് പീറ്ററിനെ വിളിക്കുകയാണ്. അങ്ങനെ ജോർജിന്റെ വിളിയിൽ മാരിയെ സഹായിക്കാൻ ആന്റണി എത്തുന്നതോടെ ചിത്രം മറ്റൊരു തലത്തിലേക്ക് എത്തും. പക്ഷെ പല കാരണങ്ങളാൽ ചിത്രത്തിനൊരു പുതുമ നൽകാൻ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല. മലയാളികൾ കണ്ടു ശീലിച്ച ക്ലീഷേ കള്ളക്കടത്ത് സീനുകൾ മാത്രമായി ചിത്രം ഒതുങ്ങി പോവുകയാണ്. അങ്ങനെ ആന്റണിയുടെ ഇൻട്രൊഡക്ഷൻ സീനിന് മുൻപ് തന്നെ മാരിയോട് ജോർജ് ആ കഥാപാത്രത്തെക്കുറിച്ചുള്ള ഹൈപ്പൊക്കെ നൽകുന്നുണ്ട്. കൃത്യമായ പരിവർത്തനം നടക്കുന്ന കഥാപാത്രമാണ് ആന്റണിയുടേത്. സാധാരണക്കാരനിൽ നിന്ന് നേതാവിലേക്കുള്ള വളർച്ചയാണത്. അടിച്ചമർത്തപ്പെട്ടതുപോലെ കഴിയുന്ന ഒരു ജനവിഭാഗത്തിന് പ്രചോദനമാവുകയും അവർക്ക് മുന്നിൽ നിന്ന് പോരാടുകയും ചെയ്യുന്ന കഥാപാത്രം. എന്നാൽ സ്ക്രീനിലേക്ക് എത്തുമ്പോൾ നായകനായ ആന്റണിക്ക് ആ ഹൈപ്പിനൊപ്പം ഉയരാനായില്ലെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. ചിത്രത്തിൽ പെപ്പയുടെ പ്രധാന പോരായ്മയായി ജനങ്ങൾ ഇതിനെ കാണുകയാണ്. അങ്കമാലി ഡയറീസ്, RDX തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ആക്ഷൻ ഹീറോയായി പേരുകേട്ട പെപ്പയ്ക്ക് പക്ഷേ കാട്ടാളനിലെ കഥാപാത്രം ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് ഉയരാൻ സാധിച്ചില്ലെന്നാണ് അഭിപ്രായങ്ങൾ.
മാസ് ആക്ഷൻ ചിത്രമെന്ന രീതിയിൽ കൊട്ടിഘോഷിച്ച ചിത്രത്തിന്റെ ആസ്വാദനത്തെ ഇത് കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഇത്തരമൊരു കഥ പശ്ചാത്തലമാക്കി വന്ന ചിത്രം കെട്ടുറപ്പുള്ള തിരക്കഥയാക്കി മാറ്റുന്നതിൽ സംവിധായകൻ പരാജയപ്പെട്ടുവെന്ന് അഭിപ്രായപ്പെടുന്നവർ കുറവല്ല. അതെല്ലാ കഥാപാത്രങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ടെന്നും അഭിപ്രായങ്ങളുണ്ട്. ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്നത് മുതൽ തന്നെ ഇത്തരം അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. യൂട്യൂബറും ഗായകനുമായ ഹനാൻ ഷായുടെ റോളാണ് ഇക്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ചയായത്. താരത്തിന്റെ ആക്ഷൻ രംഗങ്ങളെയും എക്സ്പ്രഷനുമൊക്കെ വലിയ രീതിയിൽ ട്രോളുകൾക്ക് കാരണമായിരുന്നു. പക്ഷെ അപ്പോഴും ചിത്രം റിലീസ് ചെയ്യുമ്പോൾ ഇതിൽ വ്യത്യാസമുണ്ടാകുമെന്ന വിശ്വാസം ജനങ്ങളിലുണ്ടായിരുന്നു. എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായി സംവിധായകൻ ചിത്രത്തിലുടനീളം ഹനാൻ ഷായുടെ കഥാപാത്രത്തിന്റെ വായടപ്പിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ആവശ്യത്തിലധികം സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നെങ്കിലും ഹനാൻ ഷായടക്കം ആന്റണിയുടെ ഇടവും വലവുമായി വന്ന രണ്ടുപേർക്കും ഒരു ഡയലോഗ് പോലും കാട്ടാളനില്ല. രണ്ടാം പകുതി കഴിയുന്നതോടെ വില്ലന്മാർ എത്ര ആഘാതത്തിലിടിച്ചാലും അത് നായകനെ കൊള്ളില്ലെന്നും അതേസമയം നായകന്റെ ആക്ഷനുകളൊന്നും പാഴാവുകയില്ലെന്നും കഥയിൽ ദൃശ്യമാവുകയാണ്. ആനക്കൊമ്പ് വിൽക്കാനായി ശ്രീലങ്കയിലേക്കുള്ള ആന്റണിയുടെ കടൽ യാത്രയും തുടർന്നുണ്ടാകുന്ന സംഘടന രംഗങ്ങളുമെല്ലാം ഇതിന് ഉദാഹരണമാണ്. ഇനി താരപ്രകടനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശക്തമായ കഥാപാത്രങ്ങളെ തന്നെയാണ് സിനിമയിൽ വരച്ചു കാട്ടുന്നത്. പക്ഷേ സിനിമയുടെ സംവിധാനത്തിലെ പിഴവ് കൊണ്ടാവും അതിനൊരു പുതുമ തോന്നാതെ പോവാൻ കാരണമായി. പക്ഷേ പ്രായത്തെ വെല്ലുന്ന പ്രകടനമാണ് ജഗദീഷ് കാഴ്ചവെക്കുന്നത്. രണ്ടാം പകുതിയിലെ ആനവേട്ടയിലും മറ്റും കഥാപാത്രത്തെ സംവിധായകൻ ആവശ്യപ്പെടുന്ന പൂർണ്ണതയിലെത്തിക്കാൻ ജഗദീഷിന് സാധിക്കുന്നുണ്ട്. ജഗദീഷ് അവതരിപ്പിക്കുന്ന അലി, ആൻസൺ പോളിന്റെ സ്റ്റാൻലി, ബോളിവുഡ് നടൻ പാർത്ഥ് തിവാരി അവതരിപ്പിച്ച റോബി ഇവരൊക്കെ കരുത്തേറ്റ വേഷങ്ങളിലാണ് എത്തുന്നത്. ഹിപ്സ്റ്റർ തുഷാര വിജയൻ, ഹരിശങ്കർ നാരായണൻ, രാജ് തിരൺദസു, സന്ദീപ്, വിജയ് ജേക്കബ്, ബിബിൻ പെരുമ്പള്ളി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു അഭിനേതാക്കൾ. മലയാളത്തിൽ ഇപ്പോൾ സജീവമാകുന്ന സംവിധായകൻ കൂടിയായ ഒരു താരം നിർണായകമായ വേഷത്തിലെത്തുന്നുണ്ട്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പ്രത്യേക പരാമർശം അർഹിക്കുന്നുണ്ട്. സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കിയ രവി ബർസൂർ മികച്ച മുന്നേറ്റം തന്നെ നടത്തിയിട്ടുണ്ട്. വില്ലന്മാരുൾപ്പെടെ ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന പശ്ചാത്തല സംഗീതം രോമാഞ്ചമുണ്ടാക്കുന്നതാണ്. അതിലൊരെണ്ണം പോലും മറ്റൊന്നിനോട് സാദൃശ്യമില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ബ്ലഡ് ഓൺ ടസ്ക് എന്ന ഗാനം മാത്രമാണ് ചില രംഗങ്ങളിൽ കൈയടിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആക്ഷന്റെ കാര്യം നോക്കുമ്പോൾ കെച്ച കെമ്പടികയും ആക്ഷൻ സന്തോഷും തങ്ങളുടെ ജോലി മനോഹരമായി ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. രണദിവെ, ചന്ദ്രു സെൽവരാജ്, സുദീപ് എളവൺ എന്നിവരുടെ ഛായാഗ്രഹണവും ഒരു സമ്പൂർണ്ണ ആക്ഷൻ സിനിമയ്ക്ക് യോജിച്ചതായിരുന്നു. ഷമീർ മുഹമ്മദിന്റെ അളന്നുമുറിച്ചുള്ള എഡിറ്റിംഗും സിനിമയുടെ വേഗതയ്ക്കൊരു കുറവും വരുത്തുന്നില്ല. പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിലും സിനിമ മികച്ചു തന്നെ നിൽക്കുന്നുണ്ട്. ഇത്രയും ബിഗ് ബജറ്റിൽ ആക്ഷന് പ്രാധാന്യം നൽകി മുഴുനീള സിനിമ എടുക്കുക എന്ന വെല്ലുവിളി ഒരു തുടക്കക്കാരനായ പോൾ ജോർജ് വിജയകരമായി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. പാൻ ഇന്ത്യൻ താരങ്ങൾ, വമ്പൻ സെറ്റ് വർക്ക് ഉൾപ്പെടെ ഇത്രയും ലാർജ് സ്കെയിലായെടുത്ത സിനിമയുടെ വലിപ്പം ചിത്രം കാണുന്നവർക്കും അനുഭവപ്പെടും. വിവിധ തരം ആക്ഷൻ സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും കാടിനുള്ളിൽ തന്നെ സമ്പൂർണ്ണമായി നടക്കുന്നൊരു കഥ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അത്തരമൊരു കഥയെടുത്ത് അവതരിപ്പിച്ച് സംവിധായകൻ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ആദ്യ ചിത്രമായ മാർക്കോയ്ക്ക് ശേഷം ഏറെ വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ ചിത്രമൊരുക്കിയ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദും പ്രശംസ അർഹിക്കുന്നു. തായ്ലൻഡിൽ വെച്ച് ചിത്രീകരിച്ചിരിക്കുന്ന ആനകൾക്കൊപ്പമുള്ള രംഗങ്ങൾക്ക് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. ചിത്രത്തെ മാർക്കോ യൂണിവേഴ്സുമായി കണക്ട് ചെയ്യുന്ന ഒരേ ഒരു ഘടകം സിദ്ദിഖിന്റെ കഥാപാത്രം മാത്രമാണ്. ഇത്തരം സിനിമകളിൽ കഥയ്ക്ക് അമിത പ്രാധാന്യമില്ലെങ്കിലും ഇമോഷനും ഹൈ മൊമെന്റ്സും കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ വലിയ പ്രശംസകൾ നേടാൻ സാധിക്കുമായിരുന്നു. മാർക്കോയുടെ മേക്കിങ്ങിന് സമാനമായ അവതരണ ശൈലിയാണ് കാട്ടാളൻ്റേത്. വയലൻസിന് അല്പം കുറവുണ്ടെങ്കിലും ആക്ഷൻ രംഗങ്ങൾ ആ കുറവ് നികത്തുന്നുണ്ട്. മാർക്കോ എന്ന ചിത്രം പോലെ തന്നെ എ സർട്ടിഫിക്കറ്റാണ് കാട്ടാളനും ലഭിച്ചത്. റിലീസിന് മുൻപ് വമ്പൻ ആക്ഷൻ വയലൻസ് ചിത്രം എന്ന തരത്തിലൊരു ഹൈപ്പ് പ്രേക്ഷകർക്കിടയിൽ സൃഷ്ടിക്കാൻ കാട്ടാളന് സാധിച്ചിരുന്നു. എന്നാൽ ആ ഹൈപ്പിനൊത്തുയരാൻ സാധിച്ചില്ലെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. പ്രേക്ഷകരെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിരുത്താൻ സാധിക്കാത്ത, ത്രില്ലില്ലാത്ത മറ്റൊരു ആക്ഷൻ ചിത്രമായി കാട്ടാളൻ ഒതുങ്ങിപ്പോയെന്ന വിലയിരുത്തലുകൾ ഉണ്ട്. ചിത്രം കഴിഞ്ഞ പോസ്റ്റ് ക്രെഡിറ്റ് സീനുകൾക്ക് ശേഷമുള്ള രംഗവും അതിലെ ക്യാമിയോയും വലിയ സാധ്യതകളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്ന വിജയത്തെ അടിസ്ഥാനമാക്കിയാകും ഒരു കാട്ടാളൻ യൂണിവേഴ്സ് ഉണ്ടാകുമെന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുക. ഈ പറഞ്ഞതുപോലെ കാട്ടാളൻ എന്ന സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. റിലീസ് ചെയ്ത് ആദ്യ വാരാന്ത്യത്തിൽ തന്നെ ആരാധകരിൽ നിന്ന് മികച്ച പിന്തുണ ലഭിച്ചെങ്കിലും ഇപ്പോൾ കളക്ഷനിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ചിത്രത്തിന്റെ കളക്ഷൻ കണക്കുകൾ കണ്ടുവരാം.
കടുത്ത പരീക്ഷണമാണ് കാട്ടാളൻ എന്ന സിനിമ നേരിടുന്നത്. കേരള ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ കളക്ഷനിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. റിലീസ് ചെയ്ത ആദ്യ വാരാന്ത്യത്തിൽ ആരാധകരിൽ നിന്ന് മികച്ച പിന്തുണ ലഭിച്ചെങ്കിലും ഇപ്പോൾ നെഗറ്റീവ് റിവ്യൂകൾ നിരവധിയായി വന്നത് സിനിമയ്ക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. അതിനാൽ തന്നെ സിനിമയ്ക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ പ്രവൃത്തി ദിവസങ്ങളിലടക്കം സാധാരണ പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അടുത്ത കാലത്തിറങ്ങിയ മലയാളം ആക്ഷൻ സിനിമകൾ നേരിടുന്ന അതേ വെല്ലുവിളി തന്നെയാണ് കാട്ടാളനും ഇപ്പോൾ നേരിടുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ചൊവ്വാഴ്ചത്തെ മോർണിംഗ് ഷോകളിൽ തിയേറ്ററുകളിലെ ശരാശരി ഓക്യുപ്പൻസി 20% താഴെയായിരുന്നു. കൊച്ചി പോലുള്ള പ്രധാന നഗരങ്ങളിലടക്കം വൈകുന്നേരത്തെ ഷോകൾക്ക് പോലും പ്രതീക്ഷിച്ച തിരക്കുണ്ടായില്ല. കളക്ഷനിലെ ഈ ഇടിവ് വിതരണക്കാരെയും വലിയ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും സിനിമയ്ക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായില്ലെങ്കിൽ അത് തിയേറ്റർ റണ്ണിനെ ബാധിച്ചേക്കാം. കാട്ടാളൻ 5-ാം ദിവസത്തെ കളക്ഷനും ബോക്സ് ഓഫീസ് ട്രെൻഡും സിനിമയുടെ ആദ്യ ദിനങ്ങളിലെ കളക്ഷനുമൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് വലിയ വ്യത്യാസമുണ്ട്. ആദ്യ 3 ദിവസങ്ങളിൽ കേരളത്തിലുടനീളം മികച്ച അഡ്വാൻസ് ബുക്കിംഗ് ലഭിച്ചിരുന്നു. എന്നാൽ പ്രവൃത്തി ദിവസങ്ങളിൽ കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിയാത്തത് സിനിമയ്ക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. റിലീസ് ദിവസമായ വെള്ളിയാഴ്ച ഏകദേശം 2.5 കോടി രൂപ ചിത്രം നേടിയിരുന്നു. ഞായറാഴ്ച 3.1 കോടിയാണ് ചിത്രം നേടിയത്. 5-ാം ദിവസമായ വെള്ളിയാഴ്ച 0.9 കോടി രൂപയും ചിത്രം നേടി. മറ്റു റിലീസുകളിൽ നിന്നുള്ള മത്സരവും OTT പ്ലാറ്റ്ഫോമുകളുടെ സ്വാധീനവുമാണ് കളക്ഷൻ കുറയാനുള്ള പ്രധാന കാരണമെന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു. പലരും സിനിമ തിയേറ്ററിൽ കാണുന്നതിന് പകരം OTT റിലീസിനായി കാത്തിരിക്കുകയാണ്. സൂപ്പർ താര ചിത്രങ്ങളെ അപേക്ഷിച്ച് ഇടത്തരം ബജറ്റിലൊരുങ്ങുന്ന സിനിമകളെയാണ് ഈ പ്രവണത കൂടുതൽ ബാധിക്കുന്നത്. കളക്ഷൻ മെച്ചപ്പെട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ഷോകളുടെ എണ്ണം കുറയാനും സാധ്യതയുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഇനി മറ്റ് സിനിമാ വിശേഷങ്ങൾ കൂടെ നോക്കുമ്പോൾ തിയേറ്ററുകളിലെത്തി 15 ദിവസം പിന്നിടുമ്പോഴും മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുകയാണ് ദൃശ്യം 3. കേരളത്തിൽ നിന്നാണ് ചിത്രത്തിന് ഇപ്പോഴും ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. ഇന്ത്യയിലെ നെറ്റ് കളക്ഷനിൽ ചിത്രം ഉടൻ 100 കോടി ക്ലബിൽ ഇടം പിടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മലയാളത്തിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് മോഹൻലാൽ ജിതു ജോസഫ് ചിത്രം ദൃശ്യം 3. ആഗോള ബോക്സ് ഓഫീസിലേക്ക് ചിത്രം കുതിക്കുകയാണ്. 250 കോടിയിലധികമാണ് ചിത്രം ഇപ്പോൾ സ്വന്തമാക്കിയത്. മറുഭാഷ പ്രേക്ഷകരും ആവേശത്തോടെ തന്നെയാണ് മോഹൻലാലിന്റെ ദൃശ്യം 3യെ വരവേറ്റത്. ശരിക്കും ബോളിവുഡിന്റെ ഒരു ഫ്രാഞ്ചൈസി ഇത്രയധികം ഹിറ്റാകുന്നതും ആദ്യം തന്നെയാണ്. ദൃശ്യം സീരീസിനുള്ള സവിശേഷ നേട്ടമാണതെന്ന് വേണമെങ്കിൽ പറയാം. ഇതുകൊണ്ട് തന്നെ ഫ്രാഞ്ചൈസിയുടെ 3-ാം ഭാഗം വരുന്നതായ വിവരം അറിഞ്ഞതു മുതൽ മറുഭാഷ പ്രേക്ഷകർക്കിടയിലും കാത്തിരിപ്പുയർന്നു. മലയാളത്തിനൊപ്പം തമിഴ്, തെലുങ്ക്, കന്നഡ പതിപ്പുകളും ഒരേ ദിവസമാണ് തിയേറ്ററുകളിലെത്തിയത്. മോഹൻലാലിന്റെ പിറന്നാൾ ദിവസത്തിലായിരുന്നു ദൃശ്യം 3യുടെ റിലീസ് ഉണ്ടായിരുന്നത്. എന്നാൽ മോഹൻലാലിനെ വെട്ടാൻ ഹിന്ദിയിൽ ദൃശ്യം 3 ഒരുങ്ങിക്കഴിഞ്ഞു. ഹിന്ദി റീമേക്ക് അതിന്റെ പണിപ്പുരയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. അതിന്റെ റിലീസ് തീയതി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഒക്ടോബർ 2-നാണ് ദൃശ്യം 3 ഹിന്ദി പതിപ്പെത്തുക. ഇന്ത്യ ഒട്ടാകെയുള്ള ദൃശ്യം ആരാധകർക്കിടയിലും സിനിമാ പ്രേമികൾക്കിടയിലും ഹിന്ദി പതിപ്പിന് മുൻതൂക്കം ലഭിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ദൃശ്യം 3യുടെ ഹിന്ദി പതിപ്പിന്റെ ചിത്രീകരണം അവസാനിച്ചെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ. ഷൂട്ടിംഗ് പൂർത്തിയായത് അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് സംവിധായകൻ അഭിഷേക് പഥക് പങ്കുവെക്കുകയും ചെയ്തു. ഇത് സോഷ്യൽ മീഡിയയിലും ഹിറ്റായി. ദൃശ്യം 3യുടെ ചിത്രീകരണം പൂർത്തിയായി. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ സിനിമയായിരുന്നു ഞങ്ങളുടെ ലോകം. ഒട്ടനവധി രാപ്പകലുകൾ ഞങ്ങൾ ഒരുമിച്ചു ചിലവഴിച്ചു. രംഗങ്ങൾക്കായി പരിശ്രമിച്ചു, പ്രശ്നങ്ങൾ പരിഹരിച്ചു, ചിരി പങ്കിട്ടു, വെല്ലുവിളികളെ അതിജീവിച്ചു. സാവധാനം ഈ കഥയ്ക്ക് ജീവൻ നൽകി. ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കും എൻ്റെ നന്ദി. നിങ്ങളുടെ വിശ്വാസത്തിനും കഠിനാധ്വാനത്തിനും ക്ഷമയ്ക്കും ഈ സിനിമയുടെ ഓരോ ഘട്ടത്തിലും നിങ്ങൾ നൽകിയ പിന്തുണയ്ക്കും നന്ദി. നല്ല ദിവസങ്ങൾ, ബുദ്ധിമുട്ടുള്ള ദിവസങ്ങൾ, അസാധാരണമായ ദിവസങ്ങൾ എന്നിവയെല്ലാം ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ ഓരോ തവണയും അവിടെയുണ്ടായിരുന്നു. നിങ്ങളിൽ നിന്നുള്ളതെല്ലാം എനിക്ക് നൽകി. ഈ സിനിമയിൽ നിങ്ങളിൽ ഓരോരുത്തരുടെയും ഒരു ഭാഗമുണ്ട്. നിങ്ങളുടെ പ്രയത്നം, നിങ്ങളുടെ അഭിനിവേശം, നിങ്ങളുടെ ഹൃദയം എന്നിവ ഓരോ ഫ്രെയിമിലും കാണാം. ഇത്രയും മികച്ച ആളുകളോടൊപ്പം ഈ യാത്ര പങ്കിട്ടതിൽ ഞാൻ അതീവ ഭാഗ്യവാനാണ്. ഈ കഥ പറയാൻ എന്നെ സഹായിച്ചതിന് നന്ദിയെന്നും അഭിഷേക് പറയുന്നു. അജയ് ദേവ്ഗൺ നായകനായി എത്തുന്ന ഈ സിനിമയിൽ ശ്രേയ ശരൺ, പ്രകാശ് രാജ്, തബു എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. 2015-ലായിരുന്നു ദൃശ്യം ഹിന്ദി റീമേക്ക് റിലീസ് ചെയ്തത്. ആഗോളതലത്തിൽ 150 കോടിയോളം രൂപയായിരുന്നു ചിത്രം സ്വന്തമാക്കിയത്. ദൃശ്യം 2 ഹിന്ദി ഭാഗം റിലീസ് ചെയ്തത് 2022-ലാണ്. സിനിമയുടെ മലയാളം പതിപ്പ് ആമസോൺ പ്രൈമിലൂടെ OTT സ്ട്രീമിംഗ് ചെയ്യുകയായിരുന്നു. എന്നാൽ ഹിന്ദി പതിപ്പ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. 300 കോടിയിലധികം രൂപയാണ് അന്ന് സ്വന്തമാക്കിയത്. ദൃശ്യം 3 കണ്ട മലയാളികൾക്കും അല്ലാത്തവരുമായ പ്രേക്ഷകർക്ക് ഹിന്ദി റീമേക്കിനു വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുകയാണ്. കാരണം മലയാളം ഒറിജിനൽ
പുസ്തകങ്ങളിൽ നിന്ന് കഥയിൽ വലിയ മാറ്റങ്ങളോടെയാണ് ഹിന്ദി റീമേക്ക് എത്തുക. ജിത്തു ജോസഫ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ഹിന്ദി പ്രേക്ഷകരുടെ അഭിരുചി അനുസരിച്ച് തിരക്കഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നാൽ ദൃശ്യം 3 വ്യത്യസ്തമാകുന്നത് എവിടെയാണ്? ദൃശ്യം ആദ്യ 2 ഭാഗങ്ങൾ പോലെയല്ല ജിത്തു 3 ഒരുക്കിയത്. ത്രില്ലിംഗ് ഘടകങ്ങൾ ഉണ്ടെങ്കിലും കേന്ദ്ര കഥാപാത്രമായ ജോർജ് കുട്ടിയുടെ മാനസിക തലത്തിലാണ് ചിത്രം പ്രാധാന്യം നൽകിയത്. ശരിക്കും ഹിന്ദി പതിപ്പ് വളരെ വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. സിനിമയുടെ മലയാളം പതിപ്പിൽ നിന്നും വ്യത്യസ്തമായ കഥയാണ് ഹിന്ദി റീമേക്കെന്ന് സംവിധായകൻ പറയുന്നുണ്ട്. കൂടാതെ ഹിന്ദി പതിപ്പ് ഒരു ഫാമിലി ത്രില്ലറിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നതെന്നും അഭിഷേക് പഥക് വ്യക്തമാക്കുന്നു. എന്തായാലും സിനിമാ മേഖലയിലുള്ളവർ ആവേശത്തിലാണ് ഒക്ടോബർ 2-നായി. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. മോഹൻലാൽ ചിത്രം ദൃശ്യം 3 ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ച് മുന്നേറുകയാണ്. ഇപ്പോൾ ബോളിവുഡ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് സിനിമയുടെ ഹിന്ദി പതിപ്പിന് വേണ്ടിയാണ്. സിനിമയുടെ മലയാളം പതിപ്പിൽ നിന്നും വ്യത്യസ്തമായ കഥയാണ് ഹിന്ദി റീമേക്ക് എന്ന് സംവിധായകൻ പറഞ്ഞു. കൂടാതെ ഹിന്ദി പതിപ്പ് ഒരു ഫാമിലി ത്രില്ലറിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നതെന്നും അഭിഷേക് പഥക് വ്യക്തമാക്കിയിട്ടുണ്ട്. ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ച് മുന്നേറുകയാണ് മോഹൻലാൽ ചിത്രമായ ദൃശ്യം 3. മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറിയ ചിത്രമാണ് ദൃശ്യം ഫ്രാഞ്ചൈസി. മലയാള സിനിമയിൽ ഈ ചിത്രത്തിനുള്ള ജനപ്രീതി ഒന്ന് വേറെ തന്നെയാണ്. 13 വർഷം മുൻപെത്തിയ ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം മുതൽ നേടിയ ജനകീയതയാണ് ഇപ്പോൾ തിയേറ്ററുകളിലുള്ള ദൃശ്യം 3യിലും പ്രകടമാകുന്നത്. ചിത്രം 7 ദിവസം കൊണ്ട് 200 കോടി ക്ലബിൽ എത്തിയെന്ന വാർത്തകൾ നിർമ്മാതാക്കൾ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. 2ാം വാരം പിന്നിടുമ്പോഴും മികച്ച സ്ക്രീൻ കൗണ്ടാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. കേരളത്തിൽ നിന്നാണ് ചിത്രത്തിന് ഇപ്പോഴും ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. ഇന്ത്യയിലെ നെറ്റ് കളക്ഷനിൽ ഉടൻ തന്നെ ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളുടെ പട്ടികയിൽ ദൃശ്യം 3 ഇടം പിടിക്കും. പ്രധാന നഗരങ്ങളിലെല്ലാം മികച്ച ഒക്യുപ്പൻസിയാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. പല പ്രത്യേകതകളുമായാണ് ദൃശ്യം 3 തിയേറ്ററുകളിലെത്തിയത്. മലയാളത്തിനൊപ്പം തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷാ പതിപ്പുകൾ തിയേറ്ററുകളിൽ എത്തിയെന്നതായിരുന്നു അതിലൊന്ന്. റിലീസ് ചെയ്ത മാർക്കറ്റുകളിലെല്ലാം മികച്ച പ്രതികരണം തന്നെ ചിത്രം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രവൃത്തി ദിവസങ്ങളെ അപേക്ഷിച്ച് ഞായറാഴ്ച കേരളത്തിലെ ബോക്സ് ഓഫീസിൽ വലിയ കുതിച്ചുചാട്ടമാണ് ചിത്രത്തിന്റെ 3ാം ഭാഗം കാഴ്ചവെച്ചത്. മോർണിംഗ് ഷോകളിലും ഈവനിംഗ് ഷോകളിലും കുടുംബ പ്രേക്ഷകരുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടതോടെ ഒക്യുപ്പൻസി നിരക്ക് കുത്തനെ ഉയർന്നു. 2026 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകളുടെ പട്ടികയിൽ ദൃശ്യം 3 മുന്നിലുണ്ട്. വരും ദിവസങ്ങളിലും ഇതേ മുന്നേറ്റം തുടർന്നാൽ ചിത്രം 2 ദിവസത്തിനകം ഇന്ത്യയിലെ മാത്രം കളക്ഷൻ കൊണ്ട് 100 കോടി ക്ലബിൽ ഇടം പിടിക്കും. 12 ദിവസം കൊണ്ട് 98.5 കോടി രൂപയാണ് ഇന്ത്യ നെറ്റ് കളക്ഷനായി നേടിയിരിക്കുന്നത്. ചിത്രം 100 കോടി ക്ലബിലെത്തുന്നത് മോഹൻലാലിന്റെ കരിയറിലെ മറ്റൊരു വലിയ നേട്ടമാകും. ചിത്രത്തിന്റെ വൻ വിപണി മൂല്യം മുന്നിൽ കണ്ട ബോളിവുഡിലെ വമ്പൻ സ്റ്റുഡിയോകളും ആശീർവാദ് സിനിമാസിനൊപ്പം മലയാളം ദൃശ്യം 3യുടെ ഭാഗമായിരുന്നു. ദൃശ്യം 3 ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് ദൃശ്യം 3 മലയാളം ഒറിജിനലിന്റെ ആഗോള തിയേറ്ററിക്കൽ ഡിജിറ്റൽ റൈറ്റ്സുകൾ വാങ്ങിയിരുന്നു. ബോളിവുഡിലെ മറ്റൊരു പ്രമുഖ ബാനറായ പെൻ സ്റ്റുഡിയോസ് പനോരമ സ്റ്റുഡിയോസിലൂടെ ആശീർവാദ് സിനിമാസിൽ 100 കോടി മുതൽ മുടക്കിയിട്ടുമുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. സൂര്യനായകനായി എത്തിയ കറുപ്പ് ബോക്സ് ഓഫീസിൽ ഗംഭീര വിജയം നേടി മുന്നേറുകയാണ്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കോടികളാണ് ചിത്രം നേടിയത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 1 കോടി ടിക്കറ്റുകൾ ചിത്രത്തിൻ്റെതായി വിറ്റുപോയെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരികയാണ്. തമിഴ് സിനിമയിൽ ഏറെ ആരാധകരുള്ള സൂര്യയുടെ സമീപകാല സിനിമകളെടുത്താൽ ഒന്നും തന്നെ ബോക്സ് ഓഫീസിൽ വേണ്ട വിജയം നേടിയിട്ടില്ലെന്ന് കാണാം. കഴിഞ്ഞ 10 വർഷങ്ങളായി അദ്ദേഹത്തിന് പറയാൻ കാര്യമായ ഹിറ്റുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വലിയ ബജറ്റിലും ക്യാൻവാസിലുമൊക്കെ സൂര്യയുടെ താരമൂല്യം ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ള ചിത്രങ്ങൾ ഇക്കാലയളവിൽ ഇറങ്ങിയിരുന്നെങ്കിലും ഒന്നും തന്നെ തിയേറ്ററുകളിൽ വിജയിച്ചില്ല. എന്നാൽ ഇപ്പോഴിതാ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഒരു സൂര്യ ചിത്രം തിയേറ്ററുകളെ ഇളക്കിമറിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ബിഗസ്റ്റ് ഹിറ്റായി മാറിയ കറുപ്പാണ് നിലവിലെ ചർച്ചാ വിഷയം. RJ ബാലാജി സംവിധാനം ചെയ്ത ചിത്രം ഡിവോഷണൽ ഫാന്റസി ആക്ഷൻ ഡ്രാമ ഗണത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. മെയ് 15-നായിരുന്നു ചിത്രം റിലീസ് ചെയ്തത്. സൂര്യ ആരാധകർക്ക് പോലും റിലീസിന് മുൻപ് ഈ സിനിമയിന്മേൽ വലിയ പ്രതീക്ഷകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആദ്യ ഷോകൾക്കപ്പുറം ചിത്രത്തിന്റെ തലവര തന്നെ മാറി. പോസിറ്റീവ് അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞതിനു പിന്നാലെ ബോക്സ് ഓഫീസിൽ ചിത്രം കുതിച്ചുപായുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് OTT റൈറ്റ്സുകൾ വിറ്റുപോയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. നെറ്റ്ഫ്ലിക്സിനാണ് കറുപ്പിന്റെ OTT റൈറ്റ്സ് ലഭിച്ചത്. സി തമിഴിനാണ് സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമായത്. ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 3ാം വാരവും കടന്ന ചിത്രം 300 കോടിയിലേറെ നേടി തേരോട്ടം തുടരുകയാണ്. കറുപ്പിന് മുൻപ് സൂര്യയുടെ ഏറ്റവും വലിയ ഹിറ്റായ സിംഗം 2വിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഡബിൾ മാർജിനിലാണ് തൂക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 150 കോടിയോളം രൂപ ചിത്രം സ്വന്തമാക്കി. ഇപ്പോഴത്തെ മറ്റൊരു റെക്കോർഡ് കൂടെ കറുപ്പ് നേടിയെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 1 കോടി ടിക്കറ്റുകളാണ് ചിത്രത്തിന്റേതായി വിറ്റഴിച്ചിരിക്കുന്നത്. ഈ നേട്ടം
പുരസ്കാരം സ്വന്തമാക്കുന്ന സൂര്യയുടെ ആദ്യ ചിത്രം കൂടിയാണ് കറുപ്പ്. കോവിഡിന് ശേഷം ഈ നേട്ടത്തിലെത്തുന്ന 5ാമത്തെ ചിത്രവും. ലിയോ, വിക്രം, അമരൻ, പൊന്നിയിൻ സെൽവൻ തുടങ്ങിയവയാണ് ലിസ്റ്റിലെ മറ്റു ചിത്രങ്ങൾ. 1 കോടി ടിക്കറ്റുകൾക്ക് പുറമെ മറ്റൊരു പ്രത്യേക നേട്ടവും കറുപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. ചെന്നൈ രോഹിണി മൾട്ടിപ്ലക്സിൽ നിന്ന് മാത്രം 1 ലക്ഷം ടിക്കറ്റുകളാണ് ചിത്രത്തിന്റേതായി വിറ്റുപോയതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. തമിഴ് സൂപ്പർ താരം വിജയുടെ കോട്ട എന്നറിയപ്പെടുന്ന തിയേറ്ററാണ് രോഹിണി മൾട്ടിപ്ലക്സ്. കറുപ്പിന് മുൻപ് ഇവിടെ നിന്ന് ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റുപോയത് വിജയ് ചിത്രം ലിയോയ്ക്കാണ്. ലിയോയുടെ 75,000 ടിക്കറ്റുകളാണ് ഇവിടെ നിന്ന് വിറ്റുപോയത്. ഒരുപാട് പ്രതിസന്ധികൾക്കൊടുവിലാണ് കറുപ്പ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. നിർമ്മാതാവിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം പറഞ്ഞ ദിവസം പ്രദർശനം നടത്താൻ ചിത്രത്തിന് സാധിച്ചില്ല. 30 കോടിയിലേറെ തന്റെ കയ്യിൽ നിന്ന് നൽകിയാണ് സൂര്യ ഈ ചിത്രം പുറത്തിറക്കിയത്. വൻ വിജയമായതിന് പിന്നാലെ കറുപ്പിന്റെ അണിയറ പ്രവർത്തകർക്ക് സൂര്യ മഹീന്ദ്ര BE6 കാർ സമ്മാനമായി നൽകിയിരുന്നു. ക്യാമറമാൻ GK വിഷ്ണു, എഡിറ്റർ കലേവാണൻ, സംഗീത സംവിധായകൻ സായി അഭ്യങ്കർ എന്നിവർക്കാണ് സൂര്യ കാർ സമ്മാനിച്ചത്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷ കൃഷ്ണനും വീണ്ടും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ഇരുവരും ഇതുവരെ ചെയ്ത വേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഗെറ്റപ്പിലും മേക്ക് ഓവറിലുമായാണ് കറുപ്പിലെത്തുന്നത്. ഇന്ദ്രൻസ്, നാട്ടി, സ്വാസിക, അനഘമായ രവി, ശിവദ, സുപ്രീത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. നിരവധി ഹിറ്റുകൾക്ക് പിന്നാലെ യുവ സംഗീത സെൻസേഷനായ സായി അഭ്യങ്കറാണ് കറുപ്പിനായി സംഗീതം ഒരുക്കിയിരിക്കുന്നത്. കലേവാണനാണ് കറുപ്പിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചത്. അത്ഭുതകരമായ ആക്ഷൻ കൊറിയോഗ്രാഫിയിലൂടെ രാജ്യത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച 3 സ്റ്റണ്ട് കോർഡിനേറ്റർമാരായ അൻവർ, വിക്രം മോർ ജോഡികളാണ് കറുപ്പിലെ ഉയർന്ന നിലവാരമുള്ള ആക്ഷൻ സീക്വൻസുകൾ നിർവഹിച്ചിരിക്കുന്നത്. മികച്ച രീതിയിൽ തന്നെ പ്രദർശനം തുടരുന്ന ചിത്രം 350 കോടിയോളം രൂപ സ്വന്തമാക്കുമെന്നാണ് കണക്കുകൂട്ടൽ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. മലയാള സിനിമാ മേഖലയിൽ നിന്ന് പലപ്പോഴായി നിരവധി വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. AMMA എന്ന താരസംഘടന വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന ആരോപണവും പല അഭിനേതാക്കളും ഉന്നയിക്കാറുണ്ട്. അത്തരത്തിൽ നടൻ ടിനി ടോമിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നടി അൻസിബ ഹസൻ രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെ ടിനി ടോമിനെതിരെ ഇൻഫോ പാർക്ക് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് താരം. തുടർച്ചയായ സൈബർ ആക്രമണത്തിനും സ്ത്രീ എന്ന നിലയിൽ അപമാനിച്ചതിനും വർഗീയ അധിക്ഷേപങ്ങൾ പ്രചരിപ്പിച്ചതിനുമെതിരെയാണ് പരാതി. തുടർച്ചയായി ടിനി ടോം തനിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും ടിനി ടോമിന്റെ ഡ്രൈവറെ ഉൾപ്പെടെ താൻ മതം മാറ്റാൻ ശ്രമിച്ചുവെന്നടക്കം വ്യാജ പ്രചാരണങ്ങൾ നടത്തിയെന്നും അൻസിബ പറഞ്ഞിരുന്നു. ഇത് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നടക്കം അൻസിബയുടെ പരാതിയിൽ പരാമർശമുണ്ട്. അൻസിബയുടെ വാക്കുകളിലേക്ക്. അദ്ദേഹം എന്നോട് മാത്രമല്ല ദ്രോഹം ചെയ്തത്, ഒരു സമൂഹത്തിനോടാണ്. പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയും സെക്യുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലുള്ളവരോടാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര മോശമാണത്. ഒരാളോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരാൾക്കെതിരെ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പേര് അൻസിബ ഹസനാണ്, എന്നാൽ പിന്നെ ഇങ്ങനെ ഇതങ്ങ് ഉപയോഗിച്ചേക്കാം എന്ന് കരുതിയിട്ട് തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. ഭാഗ്യവശാൽ കേരളത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. മലയാളികളെല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചെയ്തതിനോട് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. അതിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോകും. അതിനുള്ളൊരു കാരണം കൂടെ ഉണ്ട്. ഞാൻ അമ്മയിൽ ഓൾറെഡി പരാതി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പരാതി അയച്ചു കഴിഞ്ഞ അവസാനം മീഡിയയുടെ പ്രഷർ കാരണമാണ് അമ്മയിൽ നിന്ന് പറയണത് കേൾക്കാം. അതിന്റെ മുന്നേ ഞാൻ പല പരാതികൾ കൊടുത്തിട്ടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും ആരും കേട്ടിട്ടില്ല. മീഡിയയുടെ പ്രഷർ കാരണം മാത്രമാണ് എന്നാ കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇതേ കമ്മിറ്റി തന്നെ കേൾക്കാം എന്നാണ് പറയുന്നത്. അത് ഈ കമ്മിറ്റിയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് റിസൈൻ ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. റിസൈൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മീഡിയയിൽ ഇത് പറയാൻ പറ്റിയത്. അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതേ കമ്മിറ്റിയുടെ മുമ്പാകെ ഞാൻ ഹാജരായി വീണ്ടും ഇതേപ്പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ അത്? ഇതേ എനിക്കൊരു നീതിയും തരാത്ത ഇതേ കമ്മിറ്റിയുടെ മുന്നിൽ പോയിരുന്നിട്ട് ഞാൻ എന്ത് പറയാനാ? അല്ലെങ്കിൽ അവരെന്ത് കേൾക്കാനാ? എനിക്ക് വേണ്ടി എന്തെങ്കിലും ന്യായത്തിൻ്റെ കൂടെ ഇരിക്കുമോ? ഇതേ ഞാൻ ആരോപണം പറയുന്നത് ആർക്കെതിരെയാണ്? ടിനി ടോം എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസിഡന്റ്, എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ മുമ്പാകെ ഞാൻ വീണ്ടും ഹാജരായി വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി സിനിമാ തട്ടകത്തിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.